ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധാമണി തങ്കച്ചിക്കെതിരെ കമല മുളക് പൊടി പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഗൗരി തടഞ്ഞു നിർത്തിയേക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗൗരി പറയുന്ന കേട്ട് ഒരു വിധത്തിൽ കമല അടങ്ങിയിരിക്കുമ്പം രാധാമണി തങ്കച്ചി പിന്നെയും പറയുന്നുണ്ട്, ഇവക്ക് പ്രാന്താന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമല പറയുന്നുണ്ട്, പ്രാന്താർക്കാ എന്ന് ചോദിച്ച് പേടിപ്പിക്കുമ്പോൾ രാധാമണി തങ്കച്ചി എനിക്ക് തന്നെ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഗൗരി ഉപദേശിക്കും കേട്ടോ, ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യരുത്, കമല ചേച്ചി മര്യാദയ്ക്ക് ഇരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും കമലടുത്തി അത് കേൾക്കുവാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കമലടുത്തി എന്നാ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരിയോട് പറയുകയാണ്, ഈ വീട്ടിൽ നിന്ന് കുറച്ച് വയറെടുക്കണം, എന്നിട്ട് നമ്മുടെ അമ്മയ്ക്ക് വട്ടായതുകൊണ്ട് അമ്മയെ ഷോക്ക് അടിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് രാധാമണി തങ്കച്ചി പേടിച്ച് അവിടെ നിന്ന് പോവും. അതേ സമയത്ത് ഗൗരി പറയും, ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര നയപരമായിട്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ, കമലേനെ ഒതുക്കി പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കമല പറയും, നേരാ അങ്ങനെ ചെയ്താൽ ശരിയാവുമല്ലോ, അമ്മേനെ ഷോക്ക് അടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി, കാരണം ഈ വീട്ടിൽ ഒരുപാട് കറണ്ട് ബില്ല് വരുമെന്നല്ലാതെ അമ്മയുടെ വട്ട് മാറുകയല്ല എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ രാധാമണി തങ്കച്ചി എന്നിട്ട് മഹാദേവനോട് പറയും, കമലേനെ പൂട്ടിയിടണം, എപ്പോഴും അവിടെ കയ്യിൽ കത്തിക്കൊണ്ടൊക്കെയാണ് നടക്കുന്നത്, എൻ്റെ ജീവന ഭീഷണിയാന്നൊക്കെ പറയുമ്പോഴേക്കും മഹാദേവന് ദേഷ്യം വരും കേട്ടോ. മഹാദേവൻ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കും, ആ പാവപ്പെട്ട കമല ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്ന കമല അവൾക്ക് എങ്ങനെയാണ് വട്ടായി എന്ന് ചോദിക്കും. അപ്പോൾ രാധാമണി തങ്കച്ചി നിന്ന് പരുങ്ങുവാണ് കേട്ടോ. നീയും നിൻ്റെ മോനും കാരണമാണ് അവൾ ഈ അവസ്ഥയിലായത്, അതിൻ്റെ ശിക്ഷയായിട്ട് നീ ഇത് അനുഭവിച്ചോ, ഇനി മേലെ എന്നോട് പരാതി പറഞ്ഞുകൊണ്ട് വരരുതെന്ന് പറയും. ആ സമയത്ത് രാധാമണി തങ്കച്ചി ഇങ്ങനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് പിന്നെ നിൽക്കുന്ന സമയത്ത് പറയും, നിൻ്റെ മോൻ ഇത് ചെയ്ത തെറ്റിന് അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി, നിന്നെ ഞാനൊന്നും ചെയ്തില്ല, നിന്നെ ഞാൻ എന്തുട്ടടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, എന്നെ തല്ലരുത്, ഞാൻ പൊക്കോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട്, അതായിരിക്കും നിനക്ക് നല്ലത്, നീ എത്രയും പെട്ടെന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ, നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, ഇനി മേലെ നീ കമലയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്നും പറഞ്ഞ് മഹാദേവൻ നമ്മുടെ രാധാമണി തങ്കച്ചിക്ക് കണക്കിന് കൊടുക്കുവാണ്. രാധാമണി തങ്കച്ചി ആണെങ്കിൽ മഹാദേവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്നു തീരെ പ്രതീക്ഷിക്കാണ്ട് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് രാധാമണി തങ്കച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രൊഫസറിൻ്റെ വീടാണ്. പ്രൊഫസറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ആരതി നിന്ന് ഫോണിൽ എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഓട്ടോ വന്നിറങ്ങി, ആ ഓട്ടോയിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ, ഒരു സ്ത്രീയാണ്. അപ്പോൾ ആരതി ആരാന്ന് ചോദിക്കുമ്പം ഞാനാ മോളെ സന്ധി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആരതി ചോദിക്കുന്നുണ്ട്, ഏത് സന്ധി ചേച്ചി എന്ന് പറയുമ്പം നമ്മുടെ ആരതിയോട് പറയുന്നുണ്ട്, മഹാദേവൻ സാറ് വേണിമോളെ നോക്കാൻ വേണ്ടി അയച്ച സന്ധി ചേച്ചി എന്ന് പറയും. എന്നിട്ട് വേണിമോൾ എവിടെയെന്ന് ചോദിക്കുമ്പം ആരതി ഓർക്കുന്ന, വേണി എവിടെയെന്ന് ചോദിക്കുന്നതിന് ആൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരതി ഓർക്കുന്നത് പ്രൊഫസറിനെ പറ്റിയാണെന്നാണ് കേട്ടോ. അപ്പോൾ പറയും, പഠിപ്പിക്കാൻ പോയി കോളേജിലെന്ന് പറയുമ്പോൾ നമ്മുടെ സന്ധി ചേച്ചി പറയുന്നുണ്ട്, 5ാം ക്ലാസ് പാസ്സാവാത്ത ആൾ പഠിപ്പിക്കാൻ പോയെന്നോ. അപ്പോൾ ആരതി വീണ്ടും പ്രൊഫസറിനെ പറ്റിയാണെന്ന് ഓർത്ത് പറയുന്നുണ്ട്. MA ആണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സന്ധി ചേച്ചി പറയുന്നുണ്ട്, മഹാദേവൻ സാറിൻ്റെ കയ്യിൽ ഇഷ്ടംപടി കാശല്ലേ ഇരിക്കുന്നത്, പിന്നെ MA എടുക്കാനാണോ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ആരതി പറയുന്നുണ്ട്, നിങ്ങൾ ആരെപ്പറ്റി പറയണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണിയെപ്പറ്റി, നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് തിരിച്ച് സന്ധി ചേച്ചി ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ പറ്റി പ്രൊഫസറിനെ പറ്റി എന്ന് പറയുമ്പോൾ ഞാനതല്ല ചോദിച്ചാൽ വേണിയെപ്പറ്റിയാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആരതി പറയുന്നുണ്ട്, വേണി ചേച്ചി അകത്തുണ്ട്, വേണി ചേച്ചി ഒന്നും അല്ല പഠിപ്പിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറയും. അങ്ങനെ നമ്മൾ സന്ധി ചേച്ചി അകത്ത് കയറി ചെല്ലുമ്പോൾ വേണി നമ്മുടെ ആദർശേൻ്റെ മേലൊക്കെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് വന്ന സന്ധി ചേച്ചി ആരതിയുടെ വേണിയുടെ കയ്യിൽ നിന്ന് തോർത്തങ്ങ് പിടിച്ച് മേടിച്ചിട്ട് പറയും, മോളിങ്ങനെ കുനിഞ്ഞൊന്നും പണിയെടുക്കാൻ പാടില്ല, അത് കുഞ്ഞിന് കേടാന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് വേണിക്ക് കൂടെ കലി വരും. എന്നിട്ടാണെങ്കിൽ സന്ധി ചേച്ചി നമ്മുടെ വേണിയോടൊരു കാര്യമാണ് പറയും, മോളെ ഒന്നും തോന്നരുത്, ആദർശനോട് ഞാനൊരു കാര്യം പറയുകയാണ്, മോളുടെ പ്രസവം കഴിയുന്നോടും വരെ മോളെയും കൊണ്ട് ഇതുപോലത്തെ പണിയൊന്നും എടുപ്പിക്കാൻ പറ്റത്തില്ല, അത് മോൻ്റെ വീട്ടിൽ ആരോടെങ്കിലും പറയണം എന്നിങ്ങനെ പറയുകയാണ്. ഇതുകൊണ്ട് കേട്ടപ്പോൾ വേണിക്കങ്ങ് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുവാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സന്ധി ചേച്ചി അവിടെ ഇങ്ങനെ ഒരു കുലുക്കമില്ലാതെ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് അയച്ച മഹാദേവൻ സാറാണ്, സാറ് തിരിച്ച് വിളിച്ചാൽ ഞാൻ പൊക്കോളാം എന്ന് പറയും. അപ്പോഴേക്കും വേണി ഇവിടെ നിന്ന് ചാടിത്തുള്ളി ഫോൺ എടുത്തിട്ട് പറയും, ഞാൻ അച്ഛനെ വിളിച്ച് പറയാം, നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കും, ഇന്ന് തന്നെ ഇറക്കും എന്നും പറഞ്ഞ് അങ്ങ് പോവാണ്. അവിടെ ചെന്ന് മാറി നിന്ന് വേണി മഹാദേവനെ വിളിക്കുകയാണ് കേട്ടോ. മഹാദേവന് വേണിയുടെ കോൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പറയും, വേണി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് മഹാദേവൻ പറയും, അത് പറ്റില്ല മോളെ, നിനക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോഴേക്കും വേണി പറയും, അവരിവിടെ സെറ്റാവത്തില്ല, അച്ഛൻ എങ്ങനെയും തിരിച്ച് വിളിച്ചേ പറ്റുള്ളൂ എന്ന് വേണി പിന്നെയും നിർബന്ധം പിടിക്കുമ്പോൾ അവസാനം ഗതി കേട്ടിട്ട് മഹാദേവൻ പറയും, എങ്കിൽ ശരി, ഞാനൊരു കാര്യം ചെയ്യാം, അവരെ പറഞ്ഞു വിടാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അങ്ങനെയാണെങ്കിൽ മോൾ ഇവിടെ വന്ന് നിൽക്കണം, രാധാമണി നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ വേണു ചോദിക്കും, അപ്പോൾ ആദർശേട്ടനോന്ന് ചോദിക്കും, പറയും, ആദർശേട്ടനെ അതുവരെ നന്ദിനിയമ്മ നോക്കട്ടെ, അത് കഴിഞ്ഞ് പ്രസവം കഴിയുമ്പോൾ നീ അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വേണിക്ക് കൂടെ വിഷമമാവുകയാണ് കേട്ടോ. കാരണം അത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദർശേട്ടൻ ഇവിടെ തനിച്ചാവുമല്ലോ, ആദർശേട്ടനെ വിട്ടിട്ട് വേണി എന്തായാലും പോവുകയില്ല. അപ്പോൾ വേണിക്ക് കൂടെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ വേണി ഇനി എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും.
വേണി അങ്ങോട്ട് പോകേണ്ടി വരും, ആദർശൻ ഇവിടെ തനിച്ചാവേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് വേണി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.